എങ്ങോട്ട് പോകാനാടാ? രാജസ്ഥാനിലേക്ക് പോണ്ടേ? സാരി വാങ്ങിക്കണ്ടേ? ഇപ്പൊ പോയ സാരി വാങ്ങിച്ചിട്ട് വൈകുന്നേരത്തിന് തിരിച്ചെത്തും. ഇവിടെ പനകളൊന്നും കാണാനില്ല. അച്ഛനെ ആത്മസമീപനം പാലിക്കണമെന്ന് ആശൻ നേരത്തെ പറഞ്ഞോളൂ. ഇത് വല്ലാത്തൊരു ഇതായുധം കൊണ്ടല്ല നേരിടുന്നത്, ബുദ്ധിമുട്ടാണ്. തൽക്കാലം നിനക്ക് രണ്ടെണ്ണം തരാതെ എന്റെ പ്രതിസന്ധി മാറും കേട്ടോ. അയ്യോ എനിക്ക് സാറേ. എന്റെ പൊന്ന് സാറേ, നോക്കിയാട്ടെ, നല്ല ഒന്നാന്തരം കൃഷി ചെയ്യാൻ പറ്റിയ ഭൂമി, കർഷകനോ, നല്ല ഒന്നാന്തരം പൊന്ന് വിളയുന്ന ഭൂമിയാന്ന് മനസ്സിലായില്ലേ? വെള്ളം വേണ്ട, വളം വേണ്ട, നല്ല ഏത്തക്ക പരുവത്തിന് വളരും. വളർന്ന് നിക്കണ കണ്ട? ആ തേക്ക് വെട്ടി കൊടുത്താ പോരെ സാറേ? അല്ലടോ, കച്ചവടത്തിന് മുമ്പ് ഈ തേക്ക് വെട്ടതിന്റെ മുതലാളി സമ്മതിക്കുക? എന്ത് പരുവത്തിലെന്ന് പറഞ്ഞു? നല്ല ഏത്തക്ക പരുവത്തില്. സാറ് നടന്നാട്ടെ. ഞാൻ ഇവിടെ ഏത്തകൃഷിക്ക് വന്നല്ല. അല്ല, അതെനിക്കറിയാം. പക്ഷെ സാറേ, ഈ പറമ്പിലുണ്ടല്ല, ഇവിടെ എന്ത് നട്ടാലും പിടിക്കും. ആണോ? നമുക്ക് കുറച്ച് കഞ്ചാവ് കേട്ടാലോ? ആ സെക്കൻഡിൽ പിടിക്കും. എന്ത് കഞ്ചാവോ? അല്ല, പോലീസ്. കൺട്രി ഫെലോസ് ടിൻഡുമോ തമാശയായിട്ട് ഇറങ്ങിക്കുക. നാണ് ബ്രോ. ഓ, എന്റെ മനസ്സിലെ ഒരു ഫാം ഹൗസ് ആണ് ഇവിടെ. അതെ, അതിന് പറ്റിയ സ്ഥലാണിത്. എന്റെ പൊന്ന് സാറേ, ഇവിടുത്തെ പുല്ലുണ്ടല്ലോ, പുല്ലാണ് പുല്ല്. എന്നാണ് കൊല്ല്. ഇതിപ്പോ എത്ര സെന്റ് സ്ഥലമുണ്ട്? ഇതിപ്പോ ഒരു 5, 10, 15, 20, 25, 30. അല്ല, 5ന്റെ ഗുണനപ്പട്ടിക പറഞ്ഞു വിളിക്കുക. അല്ല, എല്ലാം കൂടി കൂട്ടിയാൽ ഒരു 50 സെന്റ് കാണും. 50 സെന്റ് ഉള്ളൂ? സെന്റിലൊന്നും നിൽക്കൂല. നമുക്ക് ഏക്കർ കണക്കിന് വേണം. ഒന്ന് ചിന്തിച്ചു നോക്കി. ഈ പറമ്പ് മൊത്തം പശുക്കള്, ആട്, എരുമ, കോഴി, പന്നി, ഞാനോ? അല്ല, ഞാനുള്ളതൊക്കെ നോക്കിയാർത്താ. അപ്പൊ ഞാനും ഉണ്ടാവല്ലോ. അങ്ങനെ ഇതൊക്കെ കൂടെ ഈ പറമ്പിൽ എന്ത് രസിക്കും. ഓ, നല്ല മണായിരിക്കും. എന്ത് വേണം? അല്ല, ഈ ഗോമൂത്രത്തിന്റെ. അതിന് മൂത്രം മണ്ണിൽ വീണിട്ട് വേണ്ട മണക്കാൻ. അതിന്റെ മുന്നേ നമ്മളിത് കയറ്റി അയക്കൂലേ? അത് ശരി. മൂത്രം മാത്രല്ല, പിന്നെ അകിട്, പാല്, മോര്, തൈര് ഉള്ള ചണ്ടിപ്പണ്ടാർ മൊത്തം വിദേശത്തേക്ക് കയറ്റി അയക്കാം. ഇതിന്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ലെവല്. എന്നാ പിന്നെ സാറേ, ഇവിടെ ആ പഞ്ചായത്ത് കുളത്തിന്റെ പരിസരത്ത് ഒരു 10 ഏക്കർ ഭൂമി ഉണ്ട്. അതും കൂടി ഒന്ന് നോക്കിയാലോ? അല്ല, സ്റ്റേഡിയം അല്ലേ? റേഡിയോ അല്ലാന്ന് സ്റ്റേഡിയോ. കുട്ടികൾ കളിക്കുന്ന സ്ഥലമോ? അത് കുട്ടികൾ അവിടെ ഒന്ന് കളിച്ചോട്ടെ, നമുക്കിങ്ങ് വാങ്ങാം. എന്താ? അപ്പൊ നോക്കിയാലോ സാറേ? നോക്കിയാ മാത്രം പോരാ, നമുക്ക് എടുക്കണോ? നാണൂന് അറിയാലോ, നിന്റെ കയ്യില് പൂത്ത പൈസയുള്ളത്. പൂത്ത പൈസ ആണോ? എന്താ പിന്നെ പെട്ടെന്ന് വെയിലത്തിട്ട് ഉണക്കണം, കാരണം പെട്ടെന്ന് കരാറൊപ്പിടണേ. പക്ഷേ ഈ പഴയ 1000-ന്റെയും 500-ന്റെ ഒക്കെ നോട്ടുകളാ. അത് എടുക്കാതെ വെച്ചിട്ടാണ് പൂത്തുപോയത്. അതാ ഞാൻ പൂത്ത പണം ഉണ്ടെന്ന് പറഞ്ഞ്. പക്ഷെ നാണു ബ്രോ പേടിക്കണ്ട, നമുക്ക് പുറത്തുനിന്ന് ഫണ്ട് വരാണ്ട്. ദീർഘം ആണോ? ആ പൈസ ഇവിടെ വന്നാൽ ആ സെക്കൻഡ് നമ്മള് കരാറായിരിക്കും. എങ്കിൽ പിന്നെ ആ പറമ്പ് കൂടി നമുക്കൊന്ന് നോക്കിയേക്കാം. കണ്ടേക്കാ. പക്ഷെ ടോക്കൺ കൊടുക്കാൻ മാത്രം എന്നോട് പറയരുത്. അതെന്താ? കാറുവാട മാത്രം എന്റെ കയ്യിലുള്ളൂ. പക്ഷെ ഫണ്ട് വരാണ്ട്. എനിക്ക് പൂത്ത പണോ? ദീർഘം. വാ. അല്ല, ഫണ്ട് വരുമല്ലോ അല്ലേ? ആ, നിങ്ങൾക്ക് ഒരു വിശ്വാസം ഇല്ലാത്തത് നിങ്ങൾ ഇങ്ങോട്ട് നടക്കുന്നത്. നിക്കണോ? അവിടെ നിൽക്കാൻ. തന്നോട് പറഞ്ഞ നിൽക്കാൻ. അവിടെ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്കൊരു കഥ നിന്റെ അവിടെ നിൽക്കും. നിന്നോടല്ലേ പറഞ്ഞ നിൽക്കാൻ. എനിക്ക് നിൽക്കാൻ പറ്റൂല. അവിടെ തലമണ്ടോക്കി എറിഞ്ഞു കൊടുക്കും. എറി രമേശേട്ടാ, എറി. അവശ കലാകാരനാണ്, ഉപദ്രവിക്കരുത് പ്ലീസ്. അല്ല, നിങ്ങൾ ഏത് അമ്പലത്തിലെ കമ്പനിക്കാരാ? സാധാരണ ഞാൻ പരിപാടി കഴിഞ്ഞ അന്നേരം വാങ്ങിയ. അല്ല, അന്ന് നിങ്ങളില്ലായിരുന്നോ? ഞങ്ങള് കമ്മിറ്റിക്കാരൊന്നുമല്ല,
പക്ഷെ വന്ന ഉദ്ദേശം തല്ലാൻ തന്നെയാ. ഇതേതാ സംഗതി? സംഗതി അല്ലടാ, സംഗീതം, ശാസ്ത്രീയ സംഗീതം. അയ്യോ ദൈവമേ, കനകനാണല്ല. അവന് വന്നണ്ട. ഒരാളെടുത്തു വരുത്. അടുത്ത ഞാൻ സ്വയം കുത്തി തൂങ്ങിച്ചാവും. ഡയലോഗ് നടക്കില്ലല്ലോ. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ലാലേട്ടാ, അത് ഊരിക്കളാ. ഇല്ല, ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി പിന്നോട്ടില്ല. ആശാനെ എന്ത് പ്രശ്നമുണ്ടെന്ന് നമുക്ക് പറഞ്ഞെടുക്കാം. ആശ കടങ്ങയൊന്നും ചെയ്യരുത്. ഈ പ്രശ്നം തീരൂല കനക. തീരണമെങ്കിൽ ഞാൻ തീരണം. അങ്ങനെയൊന്നും പറയല്ലേ പ്രേമേട്ട. ലാലേട്ട എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഇനി കേട്ടോളാം. ഇല്ല, ഈ സാരിയുടെ പേരിൽ നിങ്ങൾ തമ്മിൽ അടികൂടുന്നു. ഇനി എനിക്ക് സഹിക്കാൻ പറ്റൂല. ഈ സാരി തന്നെ എനിക്ക് തൂങ്ങണം. അച്ഛാ, അങ്ങനെയൊന്നും പറയല്ലേ അച്ഛാ. ഞങ്ങക്ക് പിന്നെ ആരാ ഉള്ളത്? എടാ കനക, നോക്കി നിൽക്കാണ്ട് നീ അത് നൂരി മാറ്റില്ല. ആരും എടുത്തു വരുത്. ഞാനിപ്പൊ തന്നെ കുത്തി തൂങ്ങിച്ചാവും. ഏതെങ്കിലും ഉറപ്പിക്ക്. ആശാനെ ഇത് ചെയ്യാതിരിക്കാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് പറ. സുഹാസിനി ഹേമേം വഴക്കിടാൻ പാടില്ല. അതിനുണ്ടാവില്ല ആശാന. നീയാണോടാ സുഹാസിനി ഹേമേ? ഒന്ന് പറയമ്മേ. ഒന്ന് പറ, വായ തുറന്ന്. ദേ, സാരിയുടെ വിഷയം ഇതോടെ നിർത്തണം. പറ്റോ? നിങ്ങൾക്ക് ഇപ്പോഴും സാരിയാണോ വലുത്? എനിക്കിനി സാരി കിട്ടിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല പ്രേമേട്ട. എനിക്ക് എന്റെ ലാലേട്ടനാ വലുത്. ആശാനെ കേട്ടല്ല, ഇനിയെങ്കിലും ഉരുക്കൊന്ന് ഉരു മാറ്റ്. ഇല്ലടാ, അവര് പരസ്പരം കൈ കൊടുത്താലേ ഞാനിത് ഊരു. നിങ്ങളൊന്ന് കൈ കൊടുക്ക്. അമ്മ കൊടുക്കമ്മേ, കൊടുക്ക്. അപ്പൊ പ്രശ്നമൊക്കെ തീർന്നില്ലേ? ഞാൻ എപ്പോഴേ പറഞ്ഞില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ല, സാരിയല്ല, ആശാന്റെ ജീവനാണ് രണ്ടാക്കും വലുതെന്ന് അവര് തെളിയിച്ചില്ലേ? ഇത്രയും സ്നേഹമുള്ള ഭാര്യമാരെ കിട്ടിയത് ആശാന്റെ ഭാഗ്യം. ഇതുവരെ പിടിവിട്ടില്ലേ? പിടിവിട്ടേ. ഇനി എന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കണ്ട. അപ്പൊ എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? ഓ, സമാധാനായി. ഭയങ്കര വിശപ്പ്. ഇനി എന്തെങ്കിലും കഴിക്കാം. അയ്യോ, കുരുക്ക്, കുരുക്ക്, കുരുക്ക്. ചത്തേനെ. വാങ്ങട്. ദൈവമേ, തൊണ്ടൂരിക്ക് ചത്തുവനിപ്പ. ഇതൊക്കെ ലാലേട്ടന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാ. കനകനെ കിട്ടത്തില്ല. എന്നിട്ടല്ലേ പേര് എഴുതിട്ടില്ലല്ലോ ആശാനെ. എന്താടാ ആശാനം തന്നെ സപ്പോർട്ട് ചെയ്യാത്ത? എനിക്ക് വിശപ്പിന്റെ അസുഖമുള്ള ആശാൻ അറിയാൻ പാടില്ലേ? ഇവിടെ സുഖവും കേമം പറയുന്ന എന്റെ വേദവാക്യം. ഇനി ഇവരുടെ കൂടെ സന്തോഷത്തോടെ വഴക്കില്ലാതെ കഴിയണം. സംഭവം എന്റെ ഐഡിയ. ഐഡിയോ? അപ്പോഴേക്ക് നീ സിമ്മും മാറ്റിയ. വേറെ എല്ലാത്തിനും ഇവിടെ നെറ്റ് സ്ലോവാ. ഐഡിയയിലാണ് ഇവിടെ ബെസ്റ്റ്. ബെസ്റ്റ് ഐഡിയൽ കാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നല്ലേ ഒരിക്കലും വന്ന വഴി മറക്കരുത് ആശാനെ. ഈ കനകൻ എന്തെങ്കിലും പിച്ചും പേയും പറയുന്നേ? പാവം ബിസിനസ് വട്ടാവുന്നതാ. എടി കനകന് കൊടുക്കും. അവൻ പാവോലടി. എനിക്ക് മതിയാ. കൊടു. കനകന് ഞങ്ങള് കൊടുക്കാതിരിക്കോ പ്രേമേട്ടാ? ഞങ്ങൾ ഓനെ വെറുതെ ഒന്ന് ചൂടാക്കിയതല്ലേ. ഇടങ്ങട് കൊടു. ചിക്കൻ്റെ ഒരു കാലോട്ട്. ഇതൊക്കെ കാണുമ്പേ എനിക്കും കല്യാണം കഴിക്കുന്ന. ഡോണ്ടു. ഇതൊക്കെ അവരുടെ രസം മാത്രോടാ. അയ്യോ, രസം എവിടെ? ആ രസമല്ലടാ, നവരസം. ക്രോധം, ബീഭത്സം, കരുണം, ഭയാനകം വരെ. വേറെ കുറെ ആയിട്ടുണ്ടോ? വേറെ ആയിട്ടോ? കാണാനില്ലല്ലോ. പ്രേമേട്ടാ, ഇനി ഞങ്ങള് കരുണത്തിൽ തന്നെ നിന്നോളാം. കരുണനോ? അതാരാ? ഇവനൊക്കെ എങ്ങനെ നന്നാവനാ എന്തോ. പിന്നെ എനിക്ക് നാളെ ഒരു നാടക ചർച്ചയുണ്ട്. രാവിലെ തന്നെ പോണം. ഞാൻ കിടക്കാൻ പോവുന്നു. ആശാൻ കിടന്നു. ഞാനത് നിർത്തിട്ടുള്ളൂ. ഇത് മാത്രല്ല, ആശാൻ നിർത്തിട്ട് ഞാൻ കിടക്കുള്ളൂ. പ്രേമേട്ടാ, നേരത്തെ എന്താ കനകം പറഞ്ഞത്? എന്ത് ഐഡിയ? എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി.
എന്ത് ഞങ്ങളെ പറ്റിച്ചല്ലേ? മനോകോ ഞങ്ങൾക്ക് ഇവിടെ ഒട്ടും റേഞ്ച് ഇല്ലാത്ത സിമ്മും വാങ്ങിച്ചു തന്നിട്ട് നിങ്ങൾ സുഖിക്കല്ലേ? ഡേ, നാളെ നിങ്ങൾ വരുമ്പോ ഉണ്ടല്ലോ, ഞങ്ങക്ക് രണ്ടാൾക്കും കൂടി ഐഡിയലിന്റെ സിം വാങ്ങണേ. ഓ അതായിരുന്നാ. ആ, അതിനെന്താ രണ്ടുപേർക്കും മേടിച്ചു തരാം. ഇനിയിപ്പൊ റേഞ്ച് ഇല്ലെങ്കിലേ അതിന്റെ ടവറോട് വാങ്ങിച്ചു തരും. അല്ലേ ആശാനെ? പിന്നെ പാവല്ലേ ലാലേട്ടൻ. നോക്കി കാണാൻ ചിക്കനൊക്കെ വാരിയിട്ട് ആശാൻ പോയില്ലേ, പിന്നെ ഈ ചിക്കൻ എന്തിനാ? ഇട് ഇട് അങ്ങോട്ട്. കഴിച്ചോ. ഇത്തിരി വെള്ളം കുടിച്ചോ, വലിയ തൊണ്ടയെ പിടിക്കും. വിശപ്പ് കിട്ടും. വെള്ളം നിക്കടി. ഓടിക്കോ ഓടിക്കോ. ഇപ്പഴാണ് പറഞ്ഞത്. അച്ഛന് എന്താ പറ്റിയേ? പിന്നെ തന്തക്കാടാ. നിക്കടി, ശരിയാക്കി തരട്ടെ. ഓർഡർ ഇങ്ങോട്ട്. സത്യം പറയടാ. അയ്യോ തല്ലല്ലേ തല്ലല്ലേ. ഫോട്ടോ ചെയ്യാൻ എന്ത് പറയാ? ഓട് ഓട് ഓട്. ഓടോ നിനക്ക് കാണുമ്പോടി. മാറടാ. നിക്കടോടാ. നിക്കടോടാ. ഉള്ള കാര്യം രണ്ടുപേരും തുറന്നു പറഞ്ഞോളാം. ഓടിക്കോ. ഷുഗറുള്ളാണ്ടാ എന്നെ ഓടിക്കലടാ. ഓ അമ്മേ. ആ. നാടകം മുടിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഓടിയിട്ടുണ്ട്. ഓ ഇനിയിപ്പോ സ്ഥലമില്ല. നിക്കടോടാ. നിക്കടോടാ. നിക്കാൻ. ഇനി എന്നെ ഓടിക്കല്ലേട്ടാ. അമ്മേ എവിടെയാണ് നിന്റെ ഹൃദയം? അവിടെ അവിടെയാണ് നിന്റെ ഹൃദയം. താഴെ നിന്റെ എവിടെയടി? എന്റെ ഹൃദയം എന്തെങ്കിലുണ്ട്? കൈ കൊണ്ടു കിടക്കാൻ എന്താടി? കോലുമുട്ടായി ഇവിടെ ഉണ്ട്. എവിടെ? ഇവിടെ. ഉറപ്പാണോ? ആരോടിച്ചുണ്ടോ പോയിട്ടില്ല? പിന്നെ ആരടി ഈ മനസ്സിന്റെ ഉടമ? അത് ഞങ്ങളോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ഇനി പിന്നെ പത്രത്തിൽ ഹൃദയം വെച്ച് തന്നിരിക്കുന്ന ആരാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ രണ്ടുപേരാണ് ഇവിടെ പ്രായപൂർത്തിയായവർ. നിങ്ങളറിയാതെ ഈ ഹൃദയം ഇവിടെ പാഴ്സലായിട്ട് വരൂല. അമ്മേ അമ്മേ, ഇതെന്തൊരു കഷ്ടം ഇത്. വാട്സപ്പ് ഫേസ്ബുക്ക് ഒക്കെ ഉള്ളപ്പോ ഈ നോട്ടീസിൽ ഹൃദയം കൈമാറേണ്ട കാര്യം എനിക്കുണ്ടോ? അപ്പൊ നീ വാട്സാപ്പ് കൈമാറലുണ്ടല്ലേ? അങ്ങനെ പറഞ്ഞതല്ലമ്മേ. എന്നാലുവേ ഈ പത്രത്തിനൊപ്പം കത്ത് കൊടുക്കുന്ന ഞാൻ ആദ്യമായിട്ട് കാണുവാ. ഈ ഹൃദയത്തിന്റെ ഉടമ ആണാണോ പെണ്ണാണോ എന്നറിയാൻ എന്തോ ഒരു വഴി. അതറിഞ്ഞിട്ട് നിനക്കെന്തിനാ? അല്ല, പെണ്ണാണെങ്കി എനിക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, ലൈഫല്ല, അതുകൊണ്ടാ. നടക്കണ കാര്യമല്ലോ പറയട കനക. ആ പ്രതീക്ഷ സംശയത്തിന്റെ ആനുകൂല്യം വെച്ച് നോക്കുമ്പോ എനിക്ക് തോന്നുന്നു പ്രണയത്തിന്റെ കാര്യമാണ്. മൂത്ത് നരച്ച കുഴി കിടക്കുന്നവരെ വിശ്വസിക്കാൻ പറ്റില്ല. അസനെ, നമുക്കൊരു സംശയം തോന്നിയാൽ പിന്നെ ഒട്ടും വെച്ച് താമസിപ്പിക്കരുത്. നമുക്ക് രണ്ടാമത്തെ നിലയിൽ നിന്നും ഒരു ഡെമ്മിട്ട് നോക്കിയല്ലോ. ഡെമ്മി മാത്രമല്ലടാ, വേണമെങ്കിൽ നിന്നെ വിട്ട് നോക്കാം. എന്റെ ഗേൾഫ്രണ്ട്സ് തുടങ്ങും, അതുകൊണ്ട് വേണ്ട. അസനെ, ഇപ്പൊ ഭാര്യമാര് വരെ ഒളിച്ചോടി പോകുന്നത് ട്രെൻഡാ. ട്രെൻഡ്. സുഹാസിനി, ഹേമേ, അങ്ങനെയുള്ള പരിപാടി ഉണ്ടടി. അങ്ങനെ ഇപ്പൊ ഞാൻ പോയിട്ട് പ്രേമേട്ടൻ ഇവിടെ കിടന്ന് സൂയിക്കണ്ട. അതെ, ആ പ്രതീക്ഷ അങ്ങ് മനസ്സിൽ വെച്ചാ മതി. ലാലേട്ടനെ കൊണ്ടേ ഞങ്ങള് പോകും. അസനെ, ആശ്വാസത്തിനൊരു വകയില്ല. സംശയിക്കാനാണെങ്കി ഇവിടെ എല്ലാരും സംശയിക്കണം. ഞാൻ പോവട്ടെ. പ്രേമേട്ടനും ഈ സംശയത്തിനാത്താ. ഞാനാ? കലാകാരന്മാരെ ഇപ്പത്തെ പെൺകുട്ടികൾക്ക് ഒരു വീക്ക്നെസ്സാ. എല്ലാവരോടും കൂടി പറയാ, ഇതൊരു തമാശയല്ല. കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂച്ചയെ ഞാൻ പിടിച്ചിരിക്കും. അസനെ, വേറെ രണ്ട് പൂച്ചകൾ കൂടെ കുറച്ച് ദിവസമായിട്ട് കറങ്ങി നടക്കണ ഞാൻ കാണാറുണ്ട്. കെട്ടും മട്ടൊക്കെ കണ്ടിട്ട് എന്തോ ഒരു വശപ്പശക ഉണ്ട്. അതാരാ? അളിയന്മാര് വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞ് പോയിട്ട് അപ്പൊ തന്നെ തിരിച്ചു വന്നില്ല അവന്മാര്. അതെ, എന്റെ ഹരിക്കുട്ടൻ ഇപ്പോഴൊരു കൊച്ചുകുട്ടിയാ. അത് ശരിയാ, രാവിലെ തൊട്ടിലേക്ക് കിടന്ന് പാല് കുടിക്കണ ഞാൻ കണ്ടാണ്. അവരോട് എന്റെ മധു ആണെങ്കിൽ ഒരു പെണ്ണിന്റെ മോത്ത് പോലും നോക്കില്ല. എല്ലാവരും ഹരിചന്ദ്രന്മാരാ. പിന്നെ എങ്ങനെ ഈ കത്ത് ഇവിടെ വന്നു? ആകാശത്ത് നിന്ന് പൊട്ടി വീണോ? അച്ഛാ, കത്ത് പത്രത്തിന്റെ ഒപ്പമല്ലേ കണ്ടത്? അപ്പൊ പത്രക്കാരനോടല്ലേ ചോദിക്കേണ്ടത്? അത് ശരിയാണല്ലേ. അത് തന്നെ, അതൊരു പോയിന്റാണ്. ഞാൻ നേരത്തെ പറയണമെന്ന് വിചാരിച്ചാണ്. ആരോടെ പത്രം ഇടുന്നത്? അപ്പോ നാളെ കാത്തിരുന്ന് കാണാം. എല്ലാവരും വന്നേക്ക്. നീ എന്താടാ ഗതയൊക്കെയായിട്ട്? അല്ല, അവൻ അടിക്കാൻ വേണ്ടി തടക്ക ഒരു സാധനം വേണ്ടേ, സേഫ്റ്റിക്കാ. ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ആശാനെ, ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അറിയാം കള്ളം കപ്പലിൽ തന്നെയാണോ. ഇപ്പോഴും സത്യം പറയാനുള്ള അവസരം ഉണ്ട് എല്ലാവർക്കും. ഇപ്പൊ പറഞ്ഞ ശിക്ഷാ നടപടികൾ കുറയും.
പത്രക്കാരൻ്റെ എവിടെ പോയി കിടക്കുക? ജീവിതത്തിൽ ഇന്ന് വരെ പത്രം വായിക്കാത്ത കനകേട്ടനാ പുലർച്ചയ്ക്ക് എണീറ്റ് ഈ നോക്കി നിൽക്കുന്നെ. കോമഡി തന്നെ. അല്ല ആള് വന്നിട്ടില്ലല്ലോ. വന്നിട്ടില്ല ചേച്ചി. ദാ ഇപ്പൊ വരാട്ടാ. വന്ന നീ എനിക്കൊന്ന് സിഗ്നൽ തരണേ. അടുക്കള എനിക്ക് കുറച്ച് പണിയുണ്ട്. അടുക്കളയിൽ ശരിക്കും പണിയാണോ അതോ പണി കിട്ടുമെന്ന് മേടിച്ചിട്ട് അടുക്കളയിൽ ഒളിക്കാൻ വേണ്ടി പോണോ? അല്ല അയാള് വന്നില്ലല്ലോ. ആര്? ഒരു കാക്കക്കുളിയും കുളിച്ചിട്ടേ ഓടി വരുമായിരുന്നു. ഇതല്ലേ നിന്റെ പതിവ്. ഇനി എപ്പോ വരാനാണ്? കൊറേ നേരം ആയല്ലോ, ഞാൻ കയറി പോവാ. മുങ്ങാൻ നോക്കല്ലേ കാളിദാസ. ചെക്കനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ കസേരയും പോയി ഉറച്ചിരിക്കും. വേണമെങ്കിൽ ഗതയും പിടിച്ചോ. ദേ വരുന്നു. ചേച്ചി ദേ വന്നട്ടാ. വേണ്ട, ഇത് ഞാൻ കൈകാര്യം ചെയ്തോ. നിർധനനായ ഇടയ യുവാവ് ചന്ദ്രിക എന്ന ധനിക യുവതിയെ പ്രണയിച്ചു എന്നതാണ് അവൻ ചെയ്ത ഏക അപരാധം. നീയൊരു അപരാധമായി പോലും. അത് തെറ്റാണോ ശകുന്തളെ? വൃന്ദാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടുന്നു കൊണ്ടുപോകൂ. വൃന്ദാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടുന്നു കൊണ്ടുപോകുമോ? എടാ ക്ഷമക്കൊരതിരുണ്ട്. നിന്നെ കൊണ്ടോടാ. എങ്ങോട്ട്? ശവപ്പറമ്പിലേക്ക്. ഹലോ ഹലോ ആശാനെ, ആ ചന്ദ്രിക പറഞ്ഞോ? എനിക്ക് പകരം മറ്റൊരു നടിയെ ആ വേഷത്തിലേക്ക് എടുക്കാൻ പറ്റുമോ ആശാനെ? നിനക്കെന്ത് പറ്റി? എനിക്കൊരു പടത്തിന്റെ ഓഫർ വന്നിട്ടുണ്ട്. മുഴുനീള റോളാ. നീ ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് പറഞ്ഞ എങ്ങനെ ശരിയാവും? എല്ലാ നടിമാരും സമിതികളുമായിട്ട് അഗ്രിമെന്റ് ആയില്ലേ? പിന്നെ എങ്ങനെ വേറെ നടിനെ കിട്ടും? അങ്ങനെ പറയരുത് ആശാനെ. എനിക്കെന്റെ സിനിമ നഷ്ടാവില്ലേ? സിനിമ പോലെ തന്നെയാണ് നാടകവും. നാടകം മോശം കലയാണെന്നാണ് നീ പറയണത്. നല്ല കാശ് കിട്ടും, അതാ. ചന്ദ്രിയെ, സമിതി നഷ്ടത്തിലാകുമ്പോഴും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കാശ് തരായിരുന്നിട്ടുണ്ടോ? കടം വാങ്ങിയും ബ്ലേഡിൽ നിന്ന് എടുത്തും എല്ലാവർക്കും നല്ല ശമ്പളം ഞാൻ തരുന്നില്ലേ? അതല്ല ആശാനെ ഞാൻ പറഞ്ഞത്. ഇപ്പൊ പോയില്ലെങ്കിൽ ആ സിനിമ പോവും. ചന്ദ്രിക സിനിമയിൽ അഭിനയിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ല. നിങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ് ഞാൻ അടുത്ത ദിവസത്തെ കളിയേറ്റത്. അതും പോലീസ് അസോസിയേഷന്റെ പരിപാടി. എന്നെ നീ പോലീസുകാരെ കൊണ്ട് ഇടിപ്പിക്കാനുള്ള പരിപാടിയാണ്. നാടകമില്ലാത്ത നീ എവിടെ വേണേലും പോയി അഭിനയിച്ചോ. നിനക്ക് സിനിമ തന്നെ വേണമെങ്കിൽ കുറച്ചു ദിവസം സമയം നിൽക്കുക. ആശാനെ എന്നാ ഞാൻ പോകുന്നില്ല. നാടകത്തിന് ഞാൻ വരാം. നീ എന്ത് വേണമെങ്കിൽ ചെയ്യും. എല്ലാം കൂടി കെട്ടിപ്പൂട്ടിയേ ഞാൻ സമിതി തന്നെ പിരിച്ചുവിടാൻ പോയാണ്. എന്താ നിന്റെ ഉദ്ദേശം? പല ഉദ്ദേശമുണ്ട്. നിന്റെ പല ഉദ്ദേശം ഇവിടെ നടക്കൂല. എന്താ? ഞങ്ങൾക്ക് അടുത്ത ദിവസം കളിയുള്ള നീ അത് കൊളാക്കരുത്. എനിക്കും കളിയുണ്ട്. ഫുട്ബോളാണോ? കഥാപ്രസംഗം രമണൻ. അതിനു മുമ്പ് നിന്നെ ഞാനിവിടെ മരണനാക്കും. ആ പിന്നെ എന്റെ കൈ പണയത്തിൽ വെച്ചാണല്ലോ. ഹാർമോണിയത്തിന്റെ കട്ട പിടിച്ച് താപിച്ച കയ്യെ തുറന്നു. എടാ ഞാനായിരുന്നല്ലോ ഹനുമാനാ. ആ കണ്ടാലും പറയും ഹനുമാനാന്ന്. എടാ മരുത്തോമല പൊക്കിക്കൊണ്ട കയ്യത് മലത്തി അടിക്കും ഞാൻ. കനക, നീ എന്റെ അച്ഛനും അമ്മയ്ക്കുന്നുള്ള കഥാപ്രസംഗം അത് കേട്ടില്ല? ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ആ കഥാപ്രസംഗം കേട്ട് നാട്ടുകാർ നിന്റെ അച്ഛനും അമ്മക്കും ഞാൻ കേട്ടിട്ടുണ്ട്. നാടകത്തിന്റെ മുകളിന്റെ കഥാപ്രസംഗം കയറുന്ന അസൂയല്ല എനക്ക്. എന്തിനാടാ നീ കഥാപ്രസംഗം നടത്തി നാട്ടുകാരെ കഥ കഴിക്കുന്നത്? ഇന്നെ എന്റെ വീട്ടുകാരെയും പറഞ്ഞ ഞാൻ സഹിക്കും. കഥാപ്രസംഗത്തിന് തൊട്ട് കളിക്കരുത്. ശകുന്തളെ, ഇവൻ അടി എറിഞ്ഞു വയ്ക്കണ നീ കണ്ടോട്ടാ. ശകു, അടി കണ്ട് പേടിക്കണ്ട. ഏട്ടൻ ഇങ്ങനെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യുന്നോണ്ടാണ് ഏട്ടൻ വയലന്റ് ആവുന്നത്. ജീവിതത്തിൽ മധുവേട്ടൻ ഒരു പ്രശ്നക്കാരനല്ല. സിമ്പിളാണ്, വെറും സിമ്പിളാണ്. എടാ നിന്റെ ഇളക്കെന്താന്ന് എനിക്ക് മനസ്സിലായടാ. അത് നടക്കാൻ പോകുന്നില്ല. എന്തളക്കോ? നടക്കില്ല. നടക്കൂ. എടാ നടക്കില്ല. നിന്നെ ആംബുലൻസിലേക്ക് കിടത്തിയാ കൊണ്ടു. ആ പിന്നെ എന്നാലാന്ന് കാണാനോ? കാണൂല. എന്റെ കാണിക്കണം നീ. നീ എന്താടാ നിന്റെ സഞ്ചിയില് കഥയാ? അതെ, നിന്റെ കഥ ഞാനിന്ന് കഴിക്കൂടാ. കൊടുക്കൂടാ നിന്റെ നിന്റെ കഴുത്തി. നിങ്ങളുടെ മകളെ ഞാൻ കുറെ നേരമായി കാണണം. ഞാൻ നിന്നെ ഇടാൻ മത്സരിക്കണ്ടേടാ. പിടിച്ചാ അയ്യോ എവിടെ കുടുങ്ങാ. ഇവൻ റിഹേഴ്സലേ സമ്മതിക്കുന്നില്ല. ഭയങ്കര ശല്യ. ഞാൻ റിഹേഴ്സല്ല. അടുത്ത ദിവസം പോലീസുകാരുടെ മുന്നിൽ കളിക്കാനുള്ള ആളിയാ. ബുദ്ധിമുട്ടിക്കരുത്. എനിക്ക് പ്രതികളെ മുന്നിലെ കഥ പറയാനുള്ളത്. സെൻട്രൽ ജയില് എന്താ?
എങ്കിലിത് അളിയന്റെ അവസാനത്തെ പരിപാടിയായിരിക്കും. നാളെ അവസാനത്തെ നാടകമായിരിക്കും. ആശാനെ കണ്ട ഇവൻ ചൊറിയണണ്ട കണ്ട. അളിയൻ ചെല്ലി. ഞാൻ പോവൂല. ഏ? ശകു ഒരിക്കലും ഞാനിവിടെ തോൽക്കൂല. മോള് പേടിക്കണ്ട. നീ തോക്കൂലടാ. 1-ാം ക്ലാസ് തുടങ്ങി തോറ്റ് തൊപ്പിട്ട് കിടക്കണവരെ ഇറങ്ങി പോടാ. അളി എന്നോട് പറഞ്ഞ പിന്നെ നിന്റെ അടുത്തല്ല അത് ആരുടെ അടുത്താ പറഞ്ഞ. അളിയെ ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഇറങ്ങി പോകാൻ പറ. മോള് പേടിക്കണ്ട. ഇറങ്ങി പോടാ. ഈ പഞ്ചായത്തിൽ കണ്ട ശരിയായി കളയും ഞാൻ. എന്റെ സ്വഭാവം നിനക്കറിയില്ല. അളി എന്തിനങ്ങ് ചൂടാന്ന് പറഞ്ഞാ പോരെ. ഒന്ന് പോടാ. ഞാൻ പോവുക. തട്ടു പൊളിക്കാതെ പോടാ. ഞാൻ പോവും. എന്ത് പറയാനാ. കനക രണ്ടുപേരും വന്നേ. എന്താ സാധനം? നിനക്ക് സിനിമ അഭിനയിക്കണോടാ? എനിക്ക് വേണ്ട. നിനക്കാ? എനിക്കൊട്ടും വേണ്ട. എന്നാ പോയി റിഹേഴ്സൽ ചെയ്യടാ. നല്ല ഐശ്വര്യമുള്ള വീടല്ലേ? പിന്നെ സൂപ്പറാണ്. നമ്മുടെ സ്വന്തം വീട് പോലെ കരുതിയാ മതി. ആശാനം കണ്ടിരുന്നേ. ചേച്ചി ഞങ്ങളിങ്ങ എത്തി. ചേച്ചി ഞാനാ അംബുജാക്ഷൻ. മോളെ നാടകത്തിലെടുക്കാൻ വന്നതാണ്. ഞാനൊരു ഫോണിലായിരുന്നേ. സംസ്കാരമില്ലാത്ത വകകളാന്നേ. മോളെ കാണാൻ വന്നതല്ലേ. ഞങ്ങൾ അവളെ വളർത്തിയതേ സിനിമാക്കാരിയാക്കാനാ. അല്ല ജനിച്ച് വീണപ്പോ തന്നെ കൊച്ചു പറഞ്ഞായിരുന്നു എന്നെ സിനിമക്കാരിയാക്കുമെന്ന്. ജനിച്ച് വീണപ്പോഴേ മുഖത്ത് കലയുണ്ടായിരുന്നു. അത് വലിയ വസൂരിക്കലായിരിക്കും. ഉണ്ടായിരടാ. ചേച്ചി കൊച്ചിനെ വിളിക്കും. വിളിക്കാം. മോളെ ശോഭേ. ചേച്ചി അങ്ങനെ വിളിക്കില്ലേ? അങ്ങനെ വിളിക്കല്ലേടാ. പേടിച്ചിട്ട് വരില്ല. അമ്പോ ആശാൻ ഞാൻ പുറത്തുണ്ടാവട്ടോ. നീ നാണിക്കാതെ സാറേ. എന്റെ മോടെ മുഖത്തേക്ക് നോക്കിയേ സാറേ. മാധുരി ദീക്ഷിത് പുറകെ പോകും. ഇവിടെ മുന്നിൽ പോണം. പിന്നെ നായിക വേഷമാണെങ്കിലേ ഞാൻ ചെയ്യുള്ളൂ. സപ്പോർട്ടിംഗ് വേഷമാണെങ്കിൽ അമ്മ. അതെ അതെ അതെ. ചേച്ചി കഥ രാമായണോണേ. അപ്പൊ എന്റെ മോള് സീത അല്ലെങ്കിൽ ഊർമിള. ഇതിൽ കുറഞ്ഞ ഒരു വേഷവും എന്റെ മോള് ചെയ്യത്തില്ല. ആശാനെ രാമായണത്തിൽ ഇതിലും പ്രാധാന്യമുള്ള വേഷമുണ്ട്. അഭിനയ പ്രാധാന്യമുള്ള വേഷം. ആ വേഷമാണ് മോള് ചെയ്യേണ്ടത്. ഏതാ വേഷം? ശൂർപ്പണക. ശൂർപ്പണക. എന്റെ മുഖത്ത് നോക്കി നിനക്കിത് എങ്ങനെ പറയാൻ തോന്നിയടാ? ശൂർപ്പണകയാക്കാൻ വന്നിരിക്കുന്നു. വല്ലപ്പോഴൊക്കെ കണ്ണാടി നോക്കണത് നന്നായിരിക്കും. നമുക്ക് പോവാം. വിഗ് കൊടുത്തിട്ട് പോടാ, അല്ലെങ്കിൽ നിന്നെ കള്ളാന്ന് വിളിക്കും. അമ്പോ വന്നേക്കണ മൂന്നും കൂടെ ശൂർപ്പണകയാക്കാൻ. എന്നാ പിടിച്ചോ, നീ തന്നെ ശൂർപ്പണകയായാ മതി. വീട് ഇത് തന്നെയാണെന്നൊരു സംശയം. പക്ഷെ കുട്ടി കലാതിലക. ആ അത് ശരി. ഞങ്ങളോടാണ് ചോദിക്കണത്. വണ്ടി കൊണ്ട് ഇവിടെ നിർത്തിയപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് പരിപാടിയായിരിക്കും. ചേട്ടാ ചേട്ടാ ഒന്ന് വന്നിട്ട് ഒരു കാര്യം ചോദിക്കണം. ഇവിടെ കലാതലകം കിട്ടിയ ഒരു കുട്ടിയില്ലേ, ആ കുട്ടിയുടെ വീട് ഇത് തന്നെയാണോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന വീട് ഇത് തന്നെ, പക്ഷെ കലാതിലകം കിട്ടിയതല്ല. ആ പെങ്കൊച്ചിന്റെ പേരാണ് കലാതിലകൻ. അച്ഛന്റെ പേര് തിലകൻ, കുട്ടിയുടെ പേര് കലാതിലകൻ. ഇപ്പൊ മനസ്സിലായ? പോട്ടെ. കലാതിലകം. ഞാൻ വിചാരിച്ച് അങ്ങടെ നമുക്ക് നേരം നോക്കാവാ. എന്നെ മുടിപ്പിക്കാനായിട്ട് വരുന്നു. ഇതാണ് നടി. മോളെ വരുന്നമ്മേ. സാറേ ഇതാണ് എന്റെ മോള് കലാതിലകൻ. സാർ ഞാനിതൊരു അഭിനയിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഏത് വേഷവും ചെയ്യാൻ പറ്റുമെന്ന്. കോളേജിൽ വെച്ച് ഞാൻ മോണാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഞാനിപ്പോ അഭിനയിച്ച് കാണിക്കാം. മാന്യ സദസ്സിന് വന്ദനം. ഞങ്ങൾക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടു. യവനിക തിയേറ്റേഴ്സിന് കുട്ടിയെ വേണം. അപ്പൊ ശൂർപ്പണക ഇവള് തന്നെ. അപ്പൊ ഫിക്സ് ചെയ്തോ?
എന്റെ മോള് ഫിക്സ് ചെയ്തോന്ന്. എന്റെ മകളെ ഫിക്സ് ചെയ്ത സ്ഥിതിക്ക് തന്ന നിലയില് എനിക്ക് കുറച്ച് ഡിമാൻഡുകളുണ്ട്. 50,000 രൂപ അഡ്വാൻസ് ആയി കിട്ടണം. ഓരോ സ്റ്റേജിനും 5,000 രൂപ വേറെ. പിന്നെ റിഹേഴ്സലിന് വരുമ്പോ എനിക്കും മകൾക്കും താമസിക്കാൻ AC മുറി. ഭക്ഷണത്തിന്റെ ലിസ്റ്റ് ഞാൻ പിന്നെ പറയാം. പിന്നെ ഞങ്ങളുടെ കൂടെ 2 അസിസ്റ്റന്റുമാരുണ്ടാവും. ഒന്നെന്റെ അളിയനാ, മറ്റൊന്ന് എന്റെ കൂട്ടുകാരനാ. 2 പേർക്കും 1000 വെച്ച് കൊടുക്കണം. സമ്മതമാണെങ്കിൽ എഗ്രിമെന്റ് ഒപ്പുവെക്കാം. ഒരു അഗ്രിമെന്റിൽ ഒപ്പുവെക്കാനില്ല. കാരണം നിങ്ങളുടെ കുട്ടിയെ ഞങ്ങളുടെ നാടകത്തിന് വേണ്ട. ചേട്ടാ, ഞാനൊരു നാടകം എടുക്കണത്, സിനിമയല്ല. ആ മോളെ, നിനക്ക് നല്ല ഭാവിയുണ്ട്, വെറുതെ നശിപ്പിച്ചാളരുത്. ചേട്ടാ, അഭിനയം എന്ന് പറയുന്നത് ഒരു സിദ്ധിയാണ്. അതിനെ കച്ചവട കണ്ണുകൊണ്ട് കാണുന്നവരാണ് അതിനെ നശിപ്പിക്കുന്നത്. ഞാനൊരു സിനിമ എടുക്കുന്ന സമയത്ത് വരാട്ടാ. അമ്പോ ആടാ, എന്റെ കാര്യം കണ്ടപ്പോ 50 രൂപ വെട്ടിരുമ്പോ വെച്ചിട്ട് ഫുഡിന്റെ ലിസ്റ്റ്, അമ്പും ബില്ലും, മുലക്കട മൂട് തന്നെ നിന്നാവും. നല്ല കലക്കവെള്ളം. നാളത്തെ കേരള. ചേട്ടാ, ഒരു ടിക്കറ്റ് എടുത്തൊന്ന് ഭാഗ്യം പരീക്ഷിക്കുന്നോ? ഒരു ടിക്കറ്റ് എടുക്കേട്ടാ. ഇപ്പൊ തന്നെ നല്ല ഭാഗ്യേട്ടാ. ഓട്ടത്തോട്ടാണ്. ചിലപ്പോ 1-ാം സമ്മാനം ചേട്ടനായിരിക്കും. പൈസ ഇല്ലാതാണ്. നാളത്തെ കേരള. അവിടെ കൂടി ക്ഷീണം കേട്ട്. ആശാനെ കിട്ടി. ആശാനെ കുട്ടിയെ കിട്ടി. കുട്ടിയെ കിട്ടിയെന്നോ? ഏത് കുട്ടി? എന്റെ ആശാനെ സുന്ദരി, അതുപോലെ തന്നെ മുഖത്ത് പെട്ടെന്ന് ഭാവം വരുന്നവൾ, ശാലീനത, ഒപ്പം ഭീകരത. അതുപോലെ ഒരു പെൺകുട്ടിയെ തേടിയല്ലേ നമ്മൾ നടന്നത്. അങ്ങനത്തെ ഒരു പെൺകുട്ടി നിൽക്കണം. എവിടെ? കണ്ടാ